ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് റാക്ക് സിസ്റ്റത്തെക്കുറിച്ചാണ്. റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പഴയ അലമാരി പോലെ ഇരിക്കുന്ന ഒരു ഉപകരണം. ഇതിൽ സെർവറുകളെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് എക്യുപ്മെൻറ്റ്സിനൊക്കെ സ്പേസ് എഫിഷ്യൻ്റായിട്ട് നമുക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റും. ഒരു റാക്കിൽ ഇതൊരു സെർവറാണ്, ഇതൊരു സെർവറാണ്, ഇതൊരു സെർവറാണ്, ഇതൊരു സ്വിച്ചാണ്, ഇങ്ങനെ ഒരുപാട് എക്യുപ്മെൻറ്റുകൾ നമുക്കൊരു റാക്കിൽ തന്നെ പൊസിഷൻ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് റാക്ക് വെക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് ഉപകരണങ്ങളെ ഒരു ചെറിയ മുറിയിൽ തന്നെ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഥലത്ത് തന്നെ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയാണ് റാക്ക്. അത് മനസ്സിലായല്ലോ. ഇനി ഏത് നെറ്റ്വർക്കിൻ്റെയും തുടക്കം അഥവാ ഏതൊരു കമ്പനിയുടെയും നെറ്റ്വർക്കിലേക്ക് ബാഹ്യ നെറ്റ്വർക്കുമായി ബന്ധപ്പെടാനുള്ള ഏറ്റവും ടെർമിനൽ എക്യുപ്മെൻ്റാണ് മോഡം. ഞാനിപ്പോൾ കാണിക്കുന്നത് BSNL FTTH മോഡമാണ്. BSNL ബ്രോഡ്ബാൻഡ് FTTH മോഡം. FTTH എന്ന് പറഞ്ഞാൽ ഫൈബർ ടു ദ ഹോം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഫൈബർ കണക്ടിവിറ്റി കസ്റ്റമർ പ്രമൈസ് വരെ എത്തിക്കുന്ന കണക്ഷനെ BSNL കൊടുക്കുന്ന പേരാണ് FTTH. ഇതാണ് ഫൈബർ കണക്ടിവിറ്റി. ഇതാണ് ഇതിൻ്റെ ഇൻകമിങ് അല്ലെങ്കിൽ ഔട്ട് ഗോയിങ്, രണ്ടും പറയാം. ഇവിടെ നിന്നുള്ള ഡാറ്റ പുറത്തു പോകുന്ന ഇതിൽ കൂടിയാണ്, പുറത്തുനിന്നുള്ള ഡാറ്റ അകത്ത് വരുന്നത് ഈ ഫൈബറിൽ കൂടിയാണ്. ഫൈബർ നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. ഫൈബർ കിലോമീറ്ററോളം ഇതില്ലാതെ ഡാറ്റ ലോസ് ഇല്ലാതെ സഞ്ചരിക്കാൻ വേണ്ടിയാണ്, ഡാറ്റകളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഫൈബർ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. രണ്ട് കണക്ഷനാണ് ഈ മോഡം വഴി വരുന്നത്. അതാണ് രണ്ട് ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. ഈ രണ്ട് ഔട്ട്പുട്ടും നമ്മൾ പിന്നീട് കണക്ട് ചെയ്യുന്നത് മോഡം. ഓക്കെ, ഇനി മോഡം കഴിഞ്ഞാൽ അടുത്ത ഡിവൈസ് ഒരു റൗട്ടറാണ്. റൗട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് കൊണ്ട് മനസ്സിലാക്കുന്ന പോലെ റൂട്ടിംഗ് ആണ് അതിൻ്റെ ഫംഗ്ഷൻ. റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിൽ നിന്ന് ട്രാഫിക് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് പോകുന്നതിനെ നിയന്ത്രിക്കുന്നതാണ് റൗട്ടർ. ഒരു നെറ്റ്വർക്ക്, രണ്ട് നെറ്റ്വർക്ക് തമ്മിൽ കണക്ട് ചെയ്യുന്നത് റൗട്ടർ വഴിയായിരിക്കും. ചിലപ്പോഴൊക്കെ ഈ മോഡത്തിൽ തന്നെ റൗട്ടറിൻ്റെ ഫംഗ്ഷനാലിറ്റി ഉണ്ടാവും. നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് റൗട്ടറാണ്. 3Com എന്ന് പറഞ്ഞ കമ്പനിയുടെ റൗട്ടറാണ്. ഈ കണക്ഷനാണ് ഇതിൻ്റെ ഇൻകമിങ് അഥവാ മോഡത്തിൽ നിന്ന് ഔട്ട് ഗോയിങ് വരുന്ന കണക്ഷനാണിത്. ഇതാണ് എക്സ്റ്റേണൽ ഫേസ്. ഈ 4 പോർട്ട് ഇൻറ്റേർണൽ ഫേസിനുണ്ട്. അഥവാ കമ്പനിക്കകത്ത് 4 നെറ്റ്വർക്കിലേക്ക് വരെ ഈ റൗട്ടർ വഴി നമുക്ക് ഇത് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു നെറ്റ്വർക്കിൽ നിന്ന് വരുന്ന ഇന്ന ട്രാഫിക്കുകൾ ഇന്ന നെറ്റ്വർക്കിലേക്ക് പോകണം, ഇന്ന ട്രാഫിക്കുകൾ ഇന്ന നെറ്റ്വർക്കിലേക്ക് പോകണം എന്ന് പറഞ്ഞ് 4 ഇൻറ്റേർണൽ നെറ്റ്വർക്കിനെ വരെ ഈ ഒരു എക്സ്റ്റേണൽ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ ഈ റൗട്ടർ ഉപയോഗിക്കും. റൗട്ടർ പ്രോഗ്രാമബിളാണ്. അതിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യും ഏതൊക്കെ ഇത് സൈറ്റിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഇത് ആണ് ഇന്ന പോയിന്റിലേക്ക് ഇന്ന ഇൻ്റർഫേസിലേക്ക് കൊടുക്കേണ്ടത്. ഇൻ്റർഫേസ് എന്നാണ് പറയുക. ഒരു പോർട്ടിനെ ഇൻ്റർഫേസ് എന്ന് പറയും. 4 ഇൻറ്റേർണൽ ഇൻ്റർഫേസും ഒരു എക്സ്റ്റേണൽ ഇൻ്റർഫേസും ആ റൗട്ടറിനുണ്ട്. അതിൽ ഏതൊക്കെ ഇൻ്റർഫേസിലേക്ക് ഡാറ്റ പാസ് ചെയ്യണം, ഏത് നെറ്റ്വർക്കിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പ്രോഗ്രാം ചെയ്ത് കൊടുക്കാവുന്ന ഒരു ഉപകരണമാണ് റൗട്ടർ. ഇനി മോഡം റൗട്ടർ കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രധാനമായ ഒരു എക്യുപ്മെൻറ്റ് ഫയർവാൾ എന്ന് പറയും. ഫയർവാളാണ് ഞാനിപ്പോൾ സിസ്കോ പിക്സ് 515E എന്ന ഫയർവാളാണ് ഞാൻ കാണിക്കുന്നത്. സിസ്കോ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് രംഗത്തുള്ള ലോകത്ത് ഏറ്റവും അധികായകരായ ഒരു കമ്പനിയാണ് സിസ്കോ പിക്സ്. ഇനി ഫയർവാൾ എന്താണെന്ന് പറയാം. ഫയർവാൾ എന്ന പേര് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം തീ കൊണ്ടുള്ള ഒരു മതിൽ, ഒരു ചുമർ. അപ്പോൾ ആ തീ ചുമർ ചാടിക്കടന്ന് വരുന്നവർക്ക് മാത്രമേ അകത്ത് പ്രവേശനമുള്ളൂ. അപ്പോൾ ഏതൊക്കെ ഡാറ്റ അകത്ത് വരണം, ഏതൊക്കെ ഡാറ്റ അകത്ത് വരാതെ പ്രിവെൻറ്റ് ചെയ്യണം എന്ന് ഫയർവാളിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ ഇത് ഒരു കമ്പനിയുടെ വൈറസ് അറ്റാക്ക്, മലീഷ്യസ് ആയിട്ടുള്ള മറ്റ് ഡാറ്റാസ് വരുന്നതിനെ തടയാൻ, അതുപോലെ നമ്മളെ ഡാറ്റ സ്പൈ ആയിട്ട് വരുന്ന ഏജൻറ്റുകളെ തടയാൻ, പിന്നെ ചില നമുക്ക് സംശയമുള്ള എല്ലാത്തിനെയും തടയാനും ആവശ്യമുള്ളത് മാത്രം പെർമിറ്റ് ചെയ്യാനും ഒക്കെയുള്ള പ്രോഗ്രാം ഈ ഫയർവാൾ നമുക്ക് കൊടുക്കാം. അതാണ് ഫയർവാളിൻ്റെ ഒരു ലക്ഷ്യം. ഇതൊക്കെ ഒരു നെറ്റ്വർക്കിന് വരുന്ന ഒരു ബാഹ്യ ഇടപെടലുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്കിന് വരുന്നതാണ് മോഡം, റൗട്ടർ, ഫയർവാൾ. ഇത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് സ്വിച്ചാണ്. സ്വിച്ച് ഒരു നെറ്റ്വർക്കിനകത്ത് തന്നെ ധാരാളം ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്വിച്ച്. അപ്പോൾ ഈ മോഡം, റൗട്ടർ,
ഫയർവാൾ കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച്, പിന്നെ PC-കൾ അല്ലെങ്കിൽ സെർവറുകൾ, മറ്റ് ഡിവൈസുകളൊക്കെയാണ് സ്വിച്ചിൽ കണക്ട് ചെയ്യുക. ഇത് ഒരു സ്വിച്ചാണ്. ഈ സ്വിച്ച് ഡെൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സ്വിച്ചാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ സ്വിച്ചിൽ നമ്മൾ സാധാരണയുള്ള ഇഥർനെറ്റ് കണക്ടിവിറ്റിക്കുള്ള പോർട്ടും ഉണ്ട്, ഫൈബർ കണക്ടിവിറ്റിക്കുള്ള പോർട്ടും ഉണ്ട്. ഇത് മൾട്ടി പോർട്ട് സ്വിച്ച് എന്ന് പറയും. അപ്പോൾ ഫൈബർ കണക്ടിവിറ്റി നമുക്കറിയാമല്ലോ. ഫൈബർ കണക്ടിവിറ്റി നേരിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ സ്വിച്ചിൽ നിന്ന് മറ്റൊരു സ്വിച്ചിലേക്ക്, അല്ലെങ്കിൽ ഒരല്പം ദൂരെ 100 മീറ്ററോ അല്ലെങ്കിൽ അതിൽ അധികമോ ഉള്ള ഒരു സ്ഥലത്തുള്ള സ്വിച്ച് ഒരു ബിൽഡിങ്ങിലേക്ക്, ഒരു വിത്തിൻ ദ ക്യാമ്പസ് ആണെങ്കിൽ ബിൽഡിങ്ങിലേക്ക്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ക്യാമ്പസ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് കണക്ടിവിറ്റി പോകണമെങ്കിൽ നമ്മുടെ ഈഥർനെറ്റ് അല്ലെങ്കിൽ UTP കേബിൾ പോരാ, അതിന് നമ്മൾ ഫൈബർ കേബിൾ വേണം. അപ്പോൾ 2 സ്വിച്ചുകൾ തമ്മിൽ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ അപ്ലിങ്ക് പോർട്ടായിട്ടോ ഒക്കെയാണ് സാധാരണഗതിയിൽ ഫൈബർ പോർട്ട് ഉപയോഗിക്കുക. ഈ ഫൈബർ പോർട്ടിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഫൈബർ പോർട്ട് കണക്ട് ചെയ്യുന്നത് SFP എന്ന് പറഞ്ഞ ചെറിയ ഉപകരണം കൊണ്ടാണ്. SFP ആണ് ഫൈബറിൽ വരുന്ന ലൈറ്റ് സിഗ്നലാണല്ലോ ഫൈബറിൽ വരിക. ഫൈബറിൽ വരുന്ന ലൈറ്റ് സിഗ്നലിനെ ഇലക്ട്രിക് സിഗ്നലാക്കി മാറ്റിയിട്ട് സ്വിച്ചിലുള്ള മറ്റ് പോർട്ടുകളിലേക്ക് പകർത്താൻ ആവശ്യമായ സൗകര്യം ചെയ്യുന്നത് SFP എന്ന് പറഞ്ഞതാണ്. ഇതൊരു മീഡിയ കൺവേർട്ടറിൻ്റെ ഫംഗ്ഷനാണ് ചെയ്യുന്നത്. ഫൈബർ മീഡിയനെ UTP മീഡിയ, കോപ്പർ മീഡിയയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഇതിനകത്ത് വെച്ചാണ്. ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് അപ്ലിങ്കിനാണ് ഇത് ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ. പിന്നെ ഇതിലുള്ള മറ്റ് UTP പോർട്ടുകൾ, UTP എന്നുള്ളതിന് ഫുൾ ഫോം അറിയാലോ, UTP അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. കോപ്പറാണ് ഇതിലുള്ളത്. 4 പെയർ ഉണ്ടാവും. അതിൽ സാധാരണഗതിയിൽ 2 പെയറാണ് യൂസ് ചെയ്യുന്നത്, 4 കണക്ഷനാണ് ഉപയോഗിക്കുന്നത്. ഈ UTP ആണ് വിത്തിൻ ദ ബിൽഡിങ്ങുള്ള ഇത് ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഔട്ട്സൈഡ് ബിൽഡിങ്ങിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഫൈബർ കണക്ടിവിറ്റി ഉപയോഗിക്കുന്നത്. ഇതാണ് സ്വിച്ച്. ഈ സ്വിച്ചും നമ്മൾ റാക്കിൽ തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ സ്വിച്ച്, മോഡം, റൗട്ടർ, ഫയർവാൾ ഒക്കെ റാക്ക് മൗണ്ടിങ് കിറ്റോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ റാക്കിൽ മൗണ്ട് ചെയ്യാവുന്ന രീതിയിൽ ഈ 2 സ്ക്രൂ അഴിച്ചാൽ നമുക്ക് ഈ സ്വിച്ച് പുറത്തെടുക്കാം, റീപ്ലേസ് ചെയ്യാം. അതേപോലെ ഈ റാക്കിൽ മുഴുവൻ സ്ലോട്ടുകളുണ്ട്. ഈ സ്ലോട്ടുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. റാക്ക് സാധാരണയിൽ പറയുന്ന സ്പെസിഫിക്കേഷൻ U എന്ന് പറഞ്ഞിട്ടാണ്. ഇതാ 30U, 31U, 32U എടുത്ത് കാണിച്ചോളൂ. റാക്കിൻ്റെ സൈസ് പറയുന്നത് യൂണിറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. നിങ്ങൾക്ക് കാണാം ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് 29U, 30U, 31, 32, 33. ഓരോ ഈ സ്പേസിനാണ് ഓരോ U ആയിട്ട് കണക്കൂട്ടുന്നത്. ഏകദേശം 1 ഇഞ്ച് 1.5 ഇഞ്ച്. അപ്പോൾ ഇത് 40U ആണ് ഈ റാക്കിൻ്റെ സൈസ്. ഒരു സാധാരണ വലിയ റാക്ക് ഇതാണ്. ഇതിൽ വലിയ റാക്ക് സാധാരണ ഇതിലുണ്ടാവില്ല. ഇതിന് പുറമെ 9U അല്ലെങ്കിൽ 6U, 12U എന്നൊക്കെ പറഞ്ഞിട്ട് വാൾ മൗണ്ടിങ് റാക്കുകൾ കിട്ടും. വാൾ മൗണ്ടിങ് ഒരാളുടെ തലക്ക് മേലെയായിട്ടോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ചെറിയ ഓഫീസുകളൊക്കെ വാൾ മൗണ്ടിങ് റാക്കാണ് ഉണ്ടാവുക. ഇത് വലിയ സിസ്റ്റംസ്, സെർവേഴ്സും നെറ്റ്വർക്ക് എക്യുപ്മെൻറ്റ്സും ധാരാളം ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലുള്ള 40U റാക്ക് ഉപയോഗിക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് ഈ റാക്കിൽ തന്നെ മൗണ്ട് ചെയ്തിട്ടുള്ള കുറേ സെർവറുകളെ കുറിച്ചാണ്. സെർവേഴ്സ്, ഇപ്പോൾ സെർവറുകളാണ് കൂടുതലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു സെർവർ റാക്ക് എന്ന് പറയാറുണ്ട്. നെറ്റ്വർക്ക് എക്യുപ്മെൻറ്റ്സ് നേരത്തെ കാണിച്ച റാക്കിൽ നെറ്റ്വർക്ക് എക്യുപ്മെൻറ്റ്സാണ് കൂടുതൽ. അങ്ങനെ ഇതിനെ നെറ്റ്വർക്ക് റാക്ക് എന്നും പറയാം. പിന്നെ സെർവറുകളാണ് ഞാൻ പറയുന്നത്. സെർവേഴ്സിൻ്റെ പ്രത്യേകത, സെർവർ എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും വൺ ഹൂ സെർവ്, അതാണ് അതിൻ്റെ അർത്ഥം. അത് സെർവ് ചെയ്യും. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മെയിൽ ആവശ്യമുണ്ട്, ഇൻ്റർനെറ്റ് ആവശ്യമുണ്ട്, ഫയൽ ട്രാൻസ്ഫർ ആവശ്യമുണ്ട്, ഡാറ്റാബേസ് കണക്ടിവിറ്റി ആവശ്യമുണ്ട്. അതേപോലെ ധാരാളം പർപ്പസുകളുണ്ട്. അപ്പോൾ ഓരോ പർപ്പസിനും ഓരോ സെർവറുകളാണ് ഉപയോഗിക്കുക. ഒരു സെർവർ ഇതിൽ നമുക്ക് കാണാം 1, 2, 3, 4, 5, 6 ഇങ്ങനെ ഡിഫറൻറ്റ് സെർവറുകളെ നമുക്കിതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ പർപ്പസും ഒന്ന് ഡാറ്റാബേസിൽ ഏതൊരു കമ്പനിയുടെയും പ്രൊഡക്ഷൻ നിയന്ത്രിക്കുന്ന ERP അല്ലെങ്കിൽ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സെർവർ സെപ്പറേറ്റ് ആയിട്ട് വെക്കും. അതിനെ പ്രൊഡക്ഷൻ ലാൻ സെർവർ അല്ലെങ്കിൽ ERP സെർവർ എന്ന് പറയും. അതേപോലെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കൺട്രോൾ ചെയ്യാനും അതിനാവശ്യമായ നിയന്ത്രണങ്ങൾ വരുത്താനും ഒക്കെയാണ് ഇൻ്റർനെറ്റ് പ്രോക്സി സെർവർ എന്ന് ഉപയോഗിക്കുന്നത്. മെയിൽ സെർവർ എന്ന് പറഞ്ഞാൽ മെയിൽ പ്രൊവൈഡ് ചെയ്യുകയാണ് മെയിൽ സെർവറിൻ്റെ ഉദ്ദേശം. മെയിൽ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗൂഗിൾ, Gmail നമ്മൾ ഉപയോഗിക്കാറുണ്ട്,
അതേപോലെ യാഹൂ മെയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ യാഹൂവിൻ്റെ ജിമെയിലിലേക്ക് ഒരു സെർവർ എവിടെയോ അമേരിക്കയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ എവിടെയും പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെർവർ നിന്നാണ് നമുക്ക് മെയിൽ ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും abc@gmail.com എന്ന് പറഞ്ഞാൽ ABC എന്ന് പറഞ്ഞ വ്യക്തിക്ക് അത് ആ വ്യക്തിയുടെ പേരും @gmail.com എന്ന് പറഞ്ഞ സെർവറിൻ്റെ പേരുമാണ്. അപ്പോൾ ജിമെയിൽ എന്ന് പറഞ്ഞ സെർവർ ABC എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു മെയിൽ ബോക്സ് പ്രൊവൈഡ് ചെയ്യും. ലോകത്ത് ആര് മെയിൽ അയച്ചാലും ആ മെയിൽ ബോക്സിലാണ് വന്ന് വീഴുന്നത് അല്ലെങ്കിൽ ശേഖരിക്കപ്പെടുന്നത്. പിന്നെ നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും മെയിൽ നമുക്ക് റിട്രീവ് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ള ഒതൻറ്റിക്കേഷൻ യൂസർ നെയിമും പാസ്വേഡും വെച്ചാൽ ആ മെയിൽ ബോക്സിലുള്ള മെയിൽ നമുക്ക് നമ്മുടെ PC-യിലേക്കോ നമ്മുടെ മൊബൈലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ടാബിലേക്കോ നമുക്ക് റിട്രീവ് ചെയ്യാവുന്നതാണ്. അപ്പോഴും ആ മെയിൽ ബോക്സിൽ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാവും. അതാണ് മെയിൽ ബോക്സ്. ആ മെയിൽ ബോക്സ് ഈ മെയിൽ സെർവറിൻ്റെ പ്രത്യേകത, ഈ മെയിൽ ബോക്സിൽ ഈ മെയിൽ സെർവറിൽ 1000 പേർക്ക് മെയിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 1000 പേരുടെ ഈ മെയിൽ സെർവർ മെയിൽ ബോക്സ് ഇതിനകത്തുണ്ടാവും. ഈ 1000 പേർക്ക് ലോകത്ത് ഏത് ഭാഗത്തു നിന്ന് അയക്കുന്ന മെയിലും ഇതിൽ വന്ന് നിൽക്കും. ഇതിൽ നിന്നാണ് അവർ ഈ 1000 പേരും മെയിൽ റിട്രീവ് ചെയ്യുന്നത്. ആ മെയിൽ സെർവർ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് മെയിൽ സെർവർ. അത് ലാൻ സെർവർ ഞാൻ പറഞ്ഞു, ഈ ഇത് ഡാറ്റാബേസ് ലാന്. അതേപോലെ മെയിൽ സെർവർ ഇൻ്റർനെറ്റ് കൺട്രോൾ ചെയ്യുന്നതാണ് ഇൻ്റർനെറ്റ് പ്രോക്സി സെർവർ. FTP എന്ന് പറഞ്ഞ സെർവർ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ഫയൽ ട്രാൻസ്ഫർ വലിയ ഹെവി സൈസ് GB അല്ലെങ്കിൽ ഉള്ള സൈസുള്ള ഫയലുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ സാറ് മെയിലിൽ കൂടി അറ്റാച്ച് ചെയ്താൽ പോയില്ല. അതിന് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോളാണ് ഇത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് രംഗത്ത് ഉപയോഗിക്കുന്നത്. ആ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അനുസരിച്ച് അയക്കുന്ന നമ്മുടെ കമ്പനിക്കാണെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തും നെറ്റ്വർക്ക് സൈറ്റുകളുണ്ട്. ആ സൈറ്റിൽ നിന്ന് ഫയലൊക്കെ അയക്കുന്നത് ഈ ഫയൽ ട്രാൻസ്ഫർ FTP സെർവറുകളേക്കാണ്. FTP സെർവറിൽ നിന്ന് നമുക്കത് ഇവിടുന്ന് നമ്മുടെ ആവശ്യത്തിന് അത് ശേഖരിക്കുകയും സ്റ്റോക്ക് ചെയ്യുകയും സ്റ്റോറേജ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് FTP. ഇനി ഞാൻ പറഞ്ഞു തരുന്നത് സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സ്റ്റോറേജ് കാണുന്നത് ഒരു സെർവറാണ്. ഈ സെർവറിൽ നമ്മൾ സാധാരണ കാണുന്നത് പോലെ സെർവറിന് ആവശ്യമായ ഒരുപാട് കൺസോളുകൾ കാണാം. അതേപോലെ സെർവറിനുള്ള CD ഡ്രൈവിൻ്റെ ഇത് കാണാം, ഹാർഡ് ഡിസ്ക് കാണാം. ഈ ഹാർഡ് ഡിസ്കിലാണ് സെർവറിൻ്റെ OS ഉള്ളതും സെർവറിൽ അത്യാവശ്യമുള്ള ഡാറ്റ ഉള്ളതും. ഞാൻ ഈ കാണിക്കുന്നത് സ്റ്റോറേജാണ്. ഈ സ്റ്റോറേജ് ഡെൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ MD3420 എന്ന സ്റ്റോറേജാണ്. സ്റ്റോറേജ് നിങ്ങൾക്ക് കാണാം, ഇതിലെല്ലാം ഹാർഡ് ഡിസ്ക്കാണ്. ഇതിൽ ഇത്രയും സ്ലോട്ടുകളിൽ ഹാർഡ് ഡിസ്കുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഹാർഡ് ഡിസ്കുകൾ നമ്മൾ സാധാരണ ഒരു PC-യുടെ കൺസെപ്റ്റ്, ഒരു PC-യിൽ സിസ്റ്റത്തിന് പുറത്തൊരു ഹാർഡ് ഡിസ്ക് വെച്ചാൽ എങ്ങനെയാണ്, അതേപോലെയാണ് സ്റ്റോറേജ്. അപ്പോൾ ഈ സെർവറുകളൊക്കെ ഈ സ്റ്റോറേജ് ഉപയോഗിക്കും. ഈ സെർവറുകളിൽ നിന്നൊക്കെ ഈ സ്റ്റോറേജിൻ്റെ ഓരോ ലണ്ണുകളായിട്ട് ഓരോ യൂണിറ്റുകളായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ സ്റ്റോറേജ് സ്പേസ് എല്ലാ സെർവറുകൾക്കും കൂടി ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ചില സ്റ്റോറേജ് സ്പേസ് ഡിഫറൻറ്റ് സെർവറുകൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതെങ്ങനെ വേണമെങ്കിലും ഈ സ്റ്റോറേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഈ സ്റ്റോറേജിലും സെർവറിലുമൊക്കെ ഹാർഡ് ഡിസ്കുകളൊക്കെ ഓൺലൈൻ തന്നെ, ഇതിപ്പോൾ ഡമ്മിയാണ്, ഹാർഡ് ഡിസ്കിനുള്ള സ്പേസാണ്. ഇനി ഹാർഡ് ഡിസ്ക് നമുക്കുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് പുറത്തുനിന്ന് തന്നെ സെർവർ തുറക്കാതെ സെർവർ ഓഫ് ചെയ്യാതെ ഹാർഡ് ഡിസ്കുകൾ ഈ ഡമ്മി മാറ്റിയിട്ട് ഹാർഡ് ഡിസ്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഹാർഡ് ഡിസ്കിന് കംപ്ലയിൻറ്റ് വന്നാൽ അതിന് ഇൻഡിക്കേഷൻ വരും. ആ ഇൻഡിക്കേഷൻ വന്നാൽ ആ ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്ത് പുതിയൊരു ഫ്രഷ് ഹാർഡ് ഡിസ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. ഇതാണ് സെർവറിൽ ഹാർഡ് ഡിസ്ക് പ്ലേസ് ചെയ്യാൻ സെർവർ ഓഫ് ചെയ്യേണ്ടത്. കാരണം എല്ലാ സെർവറും 24/7/365 അഥവാ 24 ദിവസവും ×365 ദിവസവും വർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് സെർവർ ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെർവർ ഓഫ് ചെയ്തിട്ട് ഹാർഡ് ഡിസ്ക് മാറ്റുക ഇത് വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് എല്ലാ ഹാർഡ് ഡിസ്കും നമുക്ക് സെർവർ ഓഫ് ചെയ്യാതെ തന്നെ മാറ്റാവുന്നതാണ്. കാരണം ഹാർഡ് ഡിസ്ക് ഏറ്റവും കൂടുതൽ കേടുവരാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ്, റൊട്ടേറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ആയതുകൊണ്ട്. പിന്നെ ഈ റാക്കിൽ തന്നെയുള്ള മറ്റൊരു പ്രധാന ഉപകരണമാണ് ഈ ടാപ്പ് ഡ്രൈവ്. ടാപ്പ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കാസറ്റുകൾ പോലെ സീക്വൻഷ്യലായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ടാപ്പ് ആണ് ഈ ടാപ്പ് ഡ്രൈവ് ടാപ്പിലുള്ളത്. ഇത് മാഗ്നറ്റിക് ടാപ്പ് പോലെ. ആ ടാപ്പിൽ നമ്മുടെ ഡാറ്റ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സെർവറിലുള്ള ഹാർഡ് ഡിസ്കിലൊക്കെ ഡാറ്റ സേഫ് ആണെങ്കിൽ പോലും അത് ഓൺലൈനാണ്. ഓൺലൈന് എപ്പോഴും ക്രാഷ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എവറി ഡേ കമ്പനിയുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് എത്ര നടന്നാലും ആ ബിസിനസ് ട്രാൻസാക്ഷൻ്റെ കറണ്ട് പൊസിഷൻ എല്ലാ ദിവസവും വർക്കിംഗ് അവേഴ്സ് 5 മണി വരെ ആണെങ്കിൽ 5 മണി വരെയുള്ള ഡാറ്റയുടെ പൊസിഷൻ, ആ പൊസിഷൻ വെച്ചിട്ട് ഒരു മിറർ കോപ്പി
ഡാറ്റാബേസിൻ്റെയോ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ഡാറ്റയുടെയും ഈ ടാപ്പ് ഡ്രൈവിൽ വെക്കും. ഇതിപ്പോൾ ഈ ടാപ്പ് ഡ്രൈവിന് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന തേഴ്സ്ഡേ VMDB1 എന്ന് പറഞ്ഞ തേഴ്സ്ഡേ ഉപയോഗിക്കുന്ന ടാപ്പാണ്. അതേപോലെ എവരി തേഴ്സ്ഡേ ഉള്ള ബാക്കപ്പ് ഇതിനകത്തുണ്ടാവും. അതൊരു കൊല്ലത്തെ ബാക്കപ്പ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. ഇതിൻ്റെ കപ്പാസിറ്റി 1.5 TB ആണ്. നമ്മുടെ ഡാറ്റാബേസിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഇത് എവരി തേഴ്സ്ഡേ ഉള്ള ബാക്കപ്പ്, അതേപോലെ എവരി വെനസ്ഡേ ഉള്ള ബാക്കപ്പ് മറ്റൊരു ടാപ്പിൽ വെക്കും. അപ്പോൾ നമുക്ക് ഇനി ഏതെങ്കിലും ഒരു ദിവസം ഡാറ്റാബേസിന് ഒരു ഇറഗുലാരിറ്റിയോ അല്ലെങ്കിൽ കണ്ടാൽ നമ്മളൊരു പഴയ ഡേറ്റ് വെച്ച് ബാക്കപ്പ് ചെയ്യാൻ, നമ്മുടെ ഹാർഡ് ഡിസ്ക് ക്രാഷായി അല്ലെങ്കിൽ ഡാറ്റാബേസ് ക്രാഷായി, ഇന്ന ഡേറ്റ് വരെ ഡാറ്റാബേസ് നന്നായി വർക്ക് ചെയ്തിരുന്നു എന്ന് നമുക്ക് തോന്നിയെങ്കിൽ ആ ഡേറ്റ് വെച്ച് ബാക്കപ്പ് ചെയ്യാൻ ഈ ടാപ്പ് ഡ്രൈവ് ഇട്ടിട്ട് പുതിയൊരു ഡിവൈസിലേക്ക്, പുതിയൊരു സിസ്റ്റത്തിലേക്ക് നമുക്ക് ബാക്കപ്പ് ചെയ്യാവുന്നതാണ്. ഇത് എടുത്തു വെച്ചിട്ട് ഇതിൽ ബാക്കപ്പ് എടുത്താൽ ഫയർ പ്രൂഫ് ആയിട്ടുള്ളൊരു ക്യാബിനറ്റിലാണ് ഇത് സാധാരണ സ്റ്റോർ ചെയ്യുന്നത്. ഈ കാണുന്നത് ഗോദ്രേജ് കമ്പനിയുടെ ഡാറ്റാ ലൈൻ സീരീസിൽപ്പെട്ട ഒരു ഫയർ പ്രൂഫ് ക്യാബിനറ്റാണ്. ഈ ക്യാബിനറ്റിൽ നമ്മൾ ഓരോ ദിവസത്തെയും അല്ലെങ്കിൽ ഇയർലി ബാക്കപ്പ് അല്ലെങ്കിൽ പ്രത്യേകമായ നമ്മൾ സ്റ്റോർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഡാറ്റയുടെ ബാക്കപ്പൊക്കെ ഇത് വെക്കും. ഒരു തീപിടുത്തം ഉണ്ടായാൽ പോലും ഈ ക്യാബിനറ്റിലെ സേഫാണ്, ഇതിലെ ഡാറ്റ അല്ലെങ്കിൽ ഇതിലെ ടാപ്പിന് കേടുവരില്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് KVM സ്വിച്ച് എന്ന് പറഞ്ഞൊരു ഉപകരണമാണ്. KVM എന്ന് പറഞ്ഞാൽ കീബോർഡ്, വീഡിയോ, മൗസ്, അതിന് സങ്കലനം ചെയ്യാനുള്ള സ്വിച്ചാണ്. നമുക്കറിയാം ഇതിൽ 1, 2, 3, 4, 5 സെർവറുകളുണ്ട്. 5 സെർവറുകൾക്ക് 5 വീഡിയോ ഡിവൈസോ 5 മൗസോ 5 കീബോർഡോ വെക്കുക വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് റാക്കിൻ്റെ ഗുണം തന്നെ നമുക്കില്ല. അതുകൊണ്ട് റാക്കിൽ എത്ര എക്യുപ്മെൻറ്റ് വെച്ചാലും ഇനി 1, 2 റാക്കിൽ വെക്കുന്ന എക്യുപ്മെൻറ്റ്സും ഒരു വീഡിയോയിൽ കൂടി, ഒരു മൗസിൽ കൂടി, ഒരു കീബോർഡിൽ കൂടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് KVM സ്വിച്ച് വെക്കുന്നത്. KVM സ്വിച്ചിൽ എത്ര പോർട്ട് ഉണ്ട് എന്നതിനനുസരിച്ച് അത്രയും സിസ്റ്റംസ് ഇതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഈ KVM സ്വിച്ചിന് 8 പോർട്ടാണുള്ളത്, അഥവാ 8 സിസ്റ്റം ഇതിൽ കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ 3 എന്ന പ്രസ് ചെയ്താൽ 3ാം നമ്പറായിട്ട് പ്രൊവൈഡ് ചെയ്ത സെർവറാണ് ഇപ്പോൾ രംഗത്ത് വരിക. ഇപ്പോൾ ഈ കീബോർഡും ഈ മൗസും ഈ വീഡിയോയും 3ാം നമ്പർ സെർവറിൻ്റേതാണ്. ഇനി ഞാൻ 4 പ്രസ് ചെയ്താൽ നോക്കൂ, ഇപ്പോൾ 4ാം നമ്പർ സെർവർ ആണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. അപ്പോൾ 4ാം നമ്പർ സെർവർ ഓപ്പറേറ്റ് ചെയ്യാം. അതിന് പുറമെ കീബോർഡിൽ തന്നെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് KVM സ്വിച്ച് ചെയ്യാവുന്നതാണ്. കീബോർഡിൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ചും KVM സ്വിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഒരു റാക്കിൻ്റെ പിറകു വശമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. റാക്കിൽ വയർ ചെയ്തത് എന്താണ്, സ്വിച്ചിൻ്റെയൊക്കെ പോർട്ട് അതേപോലെ വയറിങ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അതേപോലെ ഒരു റാക്കിൽ സെർവറിൻ്റെ പിൻവശത്ത് കാണുന്നത് ഇത് SMPS ആണ്. ഇത് ഒരു സെർവറിന് എല്ലാ സെർവറിനും റിഡൻഡൻ്റ് ആയിട്ട് പവർ സപ്ലൈ ഉണ്ടാവും. റിഡൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പവർ സപ്ലൈ പോയാൽ മറ്റൊരു പവർ സപ്ലൈ വർക്ക് ചെയ്യണം, അതുകൊണ്ട് റിഡൻഡൻ്റ് ആയിരിക്കും. അതേപോലെ നെറ്റ്വർക്ക് കാർഡുകളും റിഡൻഡൻ്റ് ആയിരിക്കും. നെറ്റ്വർക്ക് കാർഡുകൾ ടീം ചെയ്ത് വെക്കും. ഇതൊക്കെയാണ് സെർവറിൻ്റെ പിൻവശം അല്ലെങ്കിൽ സെർവർ റാക്കിൻ്റെ പിൻവശത്തുനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. അതേപോലെ ഈ ഇതിൽ ഫൈബർ കണക്ടിവിറ്റി നേരിട്ട് കൊടുക്കാവുന്ന സ്റ്റോറേജിനൊക്കെ ഫൈബർ കണക്ടിവിറ്റിയും കൊടുക്കാവുന്നതാണ്. അതും നമ്മളിതിൽ കാണാവുന്നതാണ്. യെസ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് ഒരു സ്വിച്ച് റാക്കാണ്. നേരത്തെ സെർവർ റാക്കും നെറ്റ്വർക്ക് എക്യുപ്മെൻറ്റ്സുള്ള റാക്കും ഒക്കെ കണ്ടു. ഇതിൽ നെറ്റ്വർക്ക് എക്യുപ്മെൻറ്റ്സ് പെട്ട വളരെ പ്രധാനപ്പെട്ട സാധനമുള്ള സ്വിച്ചും അതുപോലെ സ്ട്രക്ചേർഡ് കേബിളിങ് ചെയ്യുന്ന എൻഡ്, അഥവാ സ്ട്രക്ചേർഡ് കേബിളിങ് 2 UTP കേബിളിൻ്റെ സ്ട്രക്ചേർഡ് കേബിളിങ് ചെയ്യുന്നത് UTP പാച്ച് പാൻ എന്ന് പറയും. അതേപോലെ ഫൈബർ സ്ട്രക്ചേർഡ് കേബിളിങ് ചെയ്തതിൻ്റെ എൻഡാണ്, ടെർമിനൽ എക്യുപ്മെൻ്റാണ് ഫൈബർ പാച്ച് പാനൽ അഥവാ LIU, ലൈറ്റ് ഇൻ്റർഫേസ് യൂണിറ്റ്. ലൈറ്റ് എന്ന് പറയുന്നത് ഫൈബർ കേബിളിൽ കൂടി പോകുന്ന ലൈറ്റ് സിഗ്നൽ ആയതുകൊണ്ടാണ്. LIU അഥവാ ലൈറ്റ് ഇൻ്റർഫേസ് യൂണിറ്റാണിത്. ഇതിൽ ഇതിനടുത്തൊന്ന് കാണിക്കേണ്ടി വരും കേട്ടോ ചിലപ്പോൾ. ഇതിൽ ഓരോ പോയിൻറ്റും ഓരോ പോർട്ടിനും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. R&D, HR, SCA, ഇതൊക്കെ ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻഡ് ചെയ്യുന്ന കേബിളിൻ്റെ ടെർമിനേഷനാണ്. അപ്പോൾ ഈ HR എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മളൊന്ന് ചാർജ് ചെയ്താൽ HR ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഫൈബർ കേബിളിൻ്റെ എൻഡിലേക്ക് കണക്ഷൻ എത്തും. അതാണ് ഫൈബർ ടെർമിനേഷൻ യൂണിറ്റ്. അതേപോലെ UTP ടെർമിനേഷൻ യൂണിറ്റാണിത്. ഇതിനെ UTP പാച്ച് പാനൽ എന്ന് പറയും. ഇതിൽ നമ്മൾ ഓരോന്നിന് 1, 2, 3, 4 എന്നിങ്ങനെ നമ്പറുണ്ട്. ഈ നമ്പർ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള
ചുമരിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യുന്ന IO പോർട്ട് ഉണ്ട്, ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പോർട്ട്. ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പോർട്ടിൽ നിന്ന് ഉള്ള സ്ട്രക്ചേർഡ് കേബിളിങ്ങിൻ്റെ എൻഡാണ് ഇത് UTP പാച്ച് പാനൽ. UTP എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ, Cat 5 Cat 6 ഒക്കെ കേബിൾ. അതിൻ്റെ എൻഡ് ഈ കേബിൾ അവിടെ നിന്ന് എൻഡ് ചെയ്തിരിക്കുന്നത് 1 എന്ന് പറഞ്ഞ പോയിൻ്റ് വരെയാണ്. ഇത് 2, 3, 4, 5 എന്നിങ്ങനെ ഈ നമ്പർ അനുസരിച്ചിട്ടുള്ള UTP പോർട്ടിലേക്ക് കേബിൾ സ്ട്രക്ചേർഡ് കേബിളിങ്ങിൻ്റെ എൻഡാണ് ഇത് UTP പാച്ച് പാനൽ. അതുപോലെ തന്നെ ഫൈബർ കേബിളിൻ്റെ എൻഡാണ് ഫൈബർ പാച്ച് പാനൽ. നേരത്തെ പറഞ്ഞതുപോലെ ഫൈബർ പാച്ച് പാനൽ ഡിഫറൻറ്റ് ബിൽഡിങ്ങിൻ്റെ ഇടയിലുള്ള കണക്ഷന് വേണ്ടിയും UTP പാച്ച് പാനൽ ഒരു ബിൽഡിങ്ങിനകത്തുള്ള ഡിഫറൻറ്റ് പോയിൻറ്റുകൾക്ക് കണക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ ഈ റാക്കിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്വിച്ച് കൂടി കാണിച്ചു തരാം. ഇത് D-ലിങ്കിൻ്റെ ഒരു സ്വിച്ചാണ്. ഈ സ്വിച്ചിൽ മൾട്ടി പോർട്ടാണ്. ഇതിൽ UTP പോർട്ടും ഉണ്ട്, ഫൈബർ പോർട്ടും ഉണ്ട്. ഈ ഫൈബർ പോർട്ടിലും ഓരോ പോർട്ടിലും ഇതൊന്ന് കാണിച്ചാൽ ഇത് ഓരോ പോർട്ടിലും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ട്രാൻസ്പോർട്ട്, CSL. ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ പാച്ച് പാനലിലുള്ള മാർക്കിംഗ് ആണ്, ഫൈബർ പാച്ച് പാനൽ മാർക്ക്. ആ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഇതിലുള്ള ഇത് ഫൈബർ LIU-ലുള്ള അതേ പോർട്ടിലേക്ക് വയർ ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ LIU-ൽ കാണുന്ന മാർക്ക് അതാത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഇത് എവിടെയാണ് ഇത് ടെർമിനേറ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ മാർക്കാണത്. ഇങ്ങനെയാണ് സ്ട്രക്ചേർഡ് കേബിളിങ്ങിൻ്റെ ഒരു ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ UTP ഉണ്ട്, ഫൈബർ ഉണ്ട്. ഫൈബറിന് കണക്ഷന് ഉപയോഗിക്കുന്നത് SFP എന്ന് പറഞ്ഞ ഒരു ഡിവൈസും കൂടിയാണ് ഫൈബർ കണക്ഷൻ ഉപയോഗിക്കുന്നത്. ഇതാണ് SFP. ഈ SFPയിൽ കൂടിയാണ് ഈ ഫൈബർ ഇൻ്റർഫേസ് ഈ സ്വിച്ചിനെ കണക്ട് ചെയ്യുന്നത്. പിന്നീട് ഇതും LIU തന്നെ. LIU എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇൻ്റർഫേസ് യൂണിറ്റ്. ഈ പറഞ്ഞിരിക്കുന്ന CSL, ട്രാൻസ്പോർട്ട് എന്നിങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ലൈനാണ് ഇവിടെ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് ഒരു സ്വിച്ച് മാത്രം ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ റാക്കിൽ നമുക്ക് കാണാനുള്ളത്. താങ്ക് യു. ഈ കാണുന്നത് ഫൈബർ കേബിളിംഗ് ചെയ്തതിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രമാണ്. ഇതാണ് നമ്മുടെ ഹബ്ബ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ദ നെറ്റ്വർക്ക്, CC കമ്പ്യൂട്ടർ സെൻറ്റർ. ഈ കമ്പ്യൂട്ടർ സെൻറ്ററിൽ നിന്ന് SCAയിലേക്ക് ഒരു ഫൈബർ കേബിൾ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ 2 അൺകണക്റ്റഡ് ലൈൻ കാണുന്നത് സ്പെയർ കേബിളാണ്. ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ്. ഈ കണക്ട് ചെയ്ത കേബിളിനൊരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റേ കേബിൾ കണക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ CCയിൽ നിന്ന് പർച്ചേസിലേക്ക് ഒരു കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ CCയിൽ നിന്ന് PCBയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പർച്ചേസും PCBയും തമ്മിൽ ഇൻ്റർ കണക്ഷന് റെഡിയാണ്. അഥവാ CCയിൽ നിന്ന് പർച്ചേസിലേക്കുള്ള കേബിൾ കട്ടായി കഴിഞ്ഞാൽ PCBയിൽ നിന്ന് പർച്ചേസിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതേപോലെ പർച്ചേസിൽ നിന്ന് HR-ലേക്കും HR നിന്ന് CCയിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്ന UTP കേബിളും പ്ലെയിൻ ലൈനിൽ കാണിക്കുന്നത് ഫൈബർ ലൈനുമാണ്. ഇവിടെ 3 അൺകണക്റ്റഡ് ലൈൻ കാണിച്ചിരിക്കുന്നത് PCBയിൽ നിന്ന് SCAയിലേക്കുള്ള 3 അൺകണക്റ്റഡ് ലൈനാണ്. SCAയിലേക്ക് നോർമലി കണക്ഷൻ വരുന്നത് CCയിൽ നിന്ന്. അത് കണക്റ്റഡും അൺകണക്റ്റഡ് ലൈൻ ഇവിടെ 3 ഉണ്ട്. ഈ നെറ്റ്വർക്ക് കണക്ഷൻ കട്ടായി കഴിഞ്ഞാൽ ഇതുവഴി ത്രൂ PCB നമുക്ക് SCA എനർജൈസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്യാമ്പസിനകത്തുള്ള നെറ്റ്വർക്ക് ഡയഗ്രമാണ് ഇപ്പോൾ കണ്ടത്. താങ്ക് യു.